ഇന്നൊരു സൺഡേ ആണ്, ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ലേസി സൺഡേ. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനിന്ന് ലേറ്റായിട്ടാണ് എണീച്ചത്. കഴിഞ്ഞ 6 ദിവസത്തെ ബിസി സ്കെഡ്യൂളിന് ശേഷം. പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലൊരു തിരക്കാണ്. അപ്പം ഞാൻ എന്താണ് കഴിക്കാനുള്ളത് നോക്കിയപ്പം ദോശയായിരുന്നു ഇന്നത്തത്. ചട്നി ഉണ്ടായിരുന്നു. അപ്പം ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല ചൂട് ദോശ ഉണ്ടാക്കാമെന്ന്. രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം, അത് ഞാനിപ്പോൾ ഒരു ശീലമാക്കിയിട്ടുണ്ട്. ഇപ്പം പറ്റുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ജീരകം വെള്ളം അല്ലെങ്കിൽ അയമോദകം വെള്ളം അങ്ങനെ എന്തിട്ടാലും നല്ലതാണ്. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. നല്ല നെയ്യൊക്കെ ഇട്ട് ഉണ്ടാക്കണം എന്നാണ്, എന്നാലും കുറച്ച് ഞാൻ കുറച്ചിട്ടുണ്ട് നെയ്യൊക്കെ. അങ്ങനെ ഉണ്ടാക്കാം. മാക്സി കണ്ടപ്പോഴാണ്, പണ്ട് ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന ടൈമിൽ അവിടെ മെസ്സിലുണ്ടായ ചേച്ചി ചോദിക്കുമായിരുന്നു എന്നോട്, മോളെ മാക്സി ഇടുമ്പം അമ്മയൊന്നും പറയാറില്ലേന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു മാക്സി ഇട്ടിട്ട് അമ്മ എന്താ പറയേണ്ടതെന്ന്. ഞാൻ അമ്മേരെ മാക്സിയാണ് ആക്ച്വലി ഇടാറ് അന്നൊക്കെ. അപ്പോൾ പിന്നെ എന്താ പറയണ്ടേ, അമ്മ തന്നെയല്ലേ തന്നത്. പക്ഷേ എന്നാലും പറയും ആളെ മുന്നിൽ ഇങ്ങനെ മാക്സിയൊക്കെ ഇട്ട് ഇറങ്ങി നടക്കരുതെന്ന്. അത് പിന്നെ എല്ലാവരും പറയുമല്ലോ. പക്ഷേ ഇത്രയും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് വേറെ ഒന്നുമില്ല. എന്നെ കളിയാക്കലും നൈറ്റിക്കാരി എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് എല്ലാവരും. എൻ്റെ ബർത്ത്ഡേക്ക് വരെ നൈറ്റിയിലുള്ള ഫോട്ടോസ് വെച്ചിട്ട് വീഡിയോസ് ഇറക്കിയവരൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് എൻ്റെ കംഫർട്ട് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ദോശ ഉണ്ടാക്കി. നല്ല വട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ നെയ്യൊക്കെ ഇട്ട് നല്ല നെയ്യ് റോസ്റ്റൊക്കെ ആക്കണം എന്നാണ്. പക്ഷെ ഞാൻ കുറച്ച് ഈ നെയ്യൊക്കെയും എണ്ണയൊക്കെ കുറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഒരു 3 എണ്ണം കിട്ടും ഒരു നേരത്തതാണെങ്കിൽ. അങ്ങനെ ദോശ ഉണ്ടാക്കി. ഇതുണ്ടാക്കി വരുമ്പോഴേക്കും എൻ്റെ ആദ്യത്തെ ദോശ തണിഞ്ഞിട്ടുണ്ടാവും. അതാണ്, നല്ല ചൂടോടെ കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ഇത് കുറച്ചധികമായിപ്പോയി, പക്ഷെ കുഴപ്പമില്ല. ഇനി ഒന്നും കൂടി കിട്ടും. അതും കൂടി ഉണ്ടാക്കിയിട്ട് നല്ല വെള്ള ചട്നി ഉണ്ട്, തേങ്ങാ ചട്നിയാണുള്ളത്. അപ്പോൾ പിന്നെ തണിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മൂന്നാമത്തതും അതിഗംഭീരമായി വന്നിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ഇടാം. നെയ്യ് ഇല്ലാണ്ട് കഴിക്കുമ്പോൾ ഒരു സുഖമില്ല, പ്രത്യേകിച്ച് ഉഴുന്ന ദോശയാണെങ്കിൽ. അങ്ങനെ അതും കൂടി ഉണ്ടാക്കിയിട്ട് ചായ കൂടി ഞാനിപ്പോൾ അത് കുറച്ചതുകൊണ്ട് എനിക്കിപ്പോൾ രാവിലെ ചായ വേണമെന്നില്ല. അതുകൊണ്ട് വലിയ നിർബന്ധമില്ല. ചൂടുവെള്ളം കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം സെറ്റാണ്. അത് വലിയൊരു എന്താ പറയുക ശീലമായിരുന്നു, വലിയ ടംബ്ലർ നിറച്ചും ചായ കുടിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് പോവാം. ഇവനാരാ മാറ. അങ്ങനെ നോക്കിയപ്പോൾ ഈ പടം കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കാണാമെന്ന്. ഇനിയിപ്പം ഇതും കൊണ്ട് പടത്തിൻ്റെ മുന്നിൽ ഇരിക്കലായിരിക്കും ഞാൻ. ഫുഡും കൊണ്ട് ഇവിടെ ഇരുന്നാൽ പിന്നെ എണീക്കലുണ്ടാവില്ല. പ്രത്യേകിച്ച് ടി വിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അങ്ങനെ ഫുഡും കഴിഞ്ഞു, കുറേ നേരം ഇരുന്നു, ടി വി കണ്ടു. അപ്പോഴാണ് ദൈവം വന്നത്. അങ്ങനെ ഇവൻ കളിച്ച് ഇവനും പോയി. എന്തെന്നിത് ഹൗസ്ഫുൾ. ആക്ച്വലി ഇവിടെ പുറത്ത് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഇവിടെ ഇങ്ങനെ ചെടി വെക്കണം, ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളർ കാർപ്പറ്റ് ഇടണം എന്നൊക്കെ. പക്ഷേ ഓരോന്നായിട്ട് നീണ്ടു പോയി. എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ഇത് ഇവിടെ ഹാങ് ചെയ്തത് കൂടാണ്ട് ഇവിടെ ഫുള്ള് ചെടി ഉണ്ടായിരുന്നു. ഇതൊന്നും എൻ്റെതല്ല കേട്ടോ, അതൊക്കെ അമ്മേടേതാണ്. എനിക്കിതിൽ പങ്കില്ല. പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് സൺസ്ക്രീമൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാനുള്ളൊരു ചെറിയൊരു സാധനം വാങ്ങിക്കാനാണ്. അപ്പം സൺസ്ക്രീൻ ഇസ് മസ്റ്റ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് ഇറങ്ങൂല. കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു, അധികമില്ല, കുറച്ച്. അങ്ങനെ പോവാണ്. നല്ല വെയിലുണ്ട്, എന്താവോ എന്തോ. അപ്പം ഈ ബാഗ് ഞാൻ ലാസ്റ്റ് ടൈം കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ സിബ്ബൊക്കെ പോകാൻ തുടങ്ങി. എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ പോവാം. ഈ മെറ്റീരിയലിൻ്റെ സെയിം സാധനം ഒരു 1/2 മീറ്ററും കൂടി വേണം. അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പം വണ്ടിക്ക് എൻ്റെ വയസ്സായെന്ന് തോന്നുന്നു. അങ്ങനെ പോവാണ്. പരാഗിൽ കിട്ടുന്നില്ല പ്രതീക്ഷയിൽ ഞാൻ പരാഗിൽ വന്നിട്ടുണ്ട്. അവിടെ കിട്ടും. അപ്പോൾ അതേ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോവാണ്. നല്ല വെയിലുണ്ട്. പിന്നെ ഭയങ്കര ധൈര്യമായതുകൊണ്ട് പിന്നെ കാറൊന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ ഈ വെയിലത്ത് തിരിച്ചു പോവുകയാണ് ഗൈസ്. കരിങ്കെട്ടിയാവും ഞാനിപ്പോൾ. ഞാൻ ലൈസൻസ് എടുത്ത വണ്ടിയാണിത്. 2018. തേങ്ങ എടുത്തോ, തേങ്ങ തിരിച്ചു പോകുമ്പോ വായിലുണ്ടാവും. ഒരു പൂച്ച വന്നിട്ടുണ്ടായിന്. അല്ല, അച്ഛൻ്റെ ഹോണ് കേട്ടിട്ട്. ലിസ്റ്റ് ഫിനിഷ് ആയോ?
അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറും കറിയും എല്ലാം കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറേ ഡയറ്റ് പ്ലാൻസും വർക്കൗട്ടും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും എൻ്റെ റുട്ടീനായിട്ടും ലൈക്ക് എനിക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതോ അങ്ങനെ ഉള്ളതല്ല. അപ്പോൾ എന്തായാലും അത് കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതാണ് പലപ്പോഴും പറ്റാറ്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണോ എന്നെക്കൊണ്ട് പറ്റുന്നത്, എന്താണോ എൻ്റെ ബോഡിക്ക് വേണ്ടത്, എന്താണോ വേണ്ടാത്തത്, ആ ഒരു രീതിയിൽ എനിക്കാവുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റൈസ് എന്തായാലും, അതായത് ഒരു മാറ്റം കാണുന്നത് വരെ റൈസ് കുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ റൈസ് കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് റൈസും കുറേ കറികളും, ഇപ്പം ക്യാബേജ് വറവുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടുകറിയും കുറച്ച് അധികം എടുത്തു. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടം എന്തായാലും വേണമല്ലോ ഇത്രയും കറിയൊക്കെ ഉണ്ടാകുമ്പോൾ. പിന്നെ കുറച്ച് അച്ചാറും. അപ്പം എല്ലാം കൂടി അങ്ങനെ കറികളെല്ലാം അധികം എടുത്തിട്ടാണ് കഴിക്കുന്നത്. എന്ത് കഴിക്കുമ്പോഴും ഒരു കൺട്രോളിൽ, അതായത് പോർഷൻസ് കുറച്ചിട്ടാണോ അല്ല ആ ഒരു രീതിയിൽ ചെയ്താൽ മാറ്റം ഉണ്ടാവും. ഞാൻ മുന്നേ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ മാറ്റം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അങ്ങനെ ചെയ്യാം. അതായത് എപ്പോഴും ഫുഡ് കഴിക്കണമെങ്കിൽ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് സ്കിപ്പ് ചെയ്യണമല്ലോ. നിന്നെ ആര് വിളിച്ചിന് ശൂഷി? ഞാൻ ഓനല്ലേ വിളിച്ചേ? നിന്നെ വിളിച്ചിന് ശൂഷി? ഫുഡ് കഴിക്കുമ്പോൾ സിനിമ കാണണം. അപ്പോഴാണ് 1000 ബേബീസ് കാണാനുണ്ടെന്ന് ഓർമ്മ വന്നത്. ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല സുഖമാണ്. ഓരോ കറിയെടുത്ത് സാവധാനം നമുക്ക് വേണ്ടതുപോലെ കഴിക്കാം. ഇതേപോലെ സദ്യക്കൊക്കെ കിട്ടുകയാണെങ്കിൽ, കല്യാണത്തിനൊക്കെ പോയെങ്കിൽ ഇതുപോലെ സമയം എടുത്ത് കഴിക്കാൻ പറ്റില്ല. ഞാൻ മൊത്തത്തിൽ കഴിക്കില്ല. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടം. ഫുഡ് കഴിച്ച് തുടങ്ങുമ്പം പടം കാണാൻ തുടങ്ങിയതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും ഞാൻ പടത്തിൻ്റെ മുമ്പ് തന്നെ ആയിരുന്നു കുറച്ച് സമയം വരെ. ഒരു 2-3 എപ്പിസോഡ് കഴിഞ്ഞു. ഞാൻ കുളിച്ചില്ലെങ്കിലും എൻ്റെ വണ്ടി കുളിക്കണം, ഒരു ദിവസം 2 തവണയെങ്കിലും. അങ്ങനെയാണ് ഒരാളിവിടെ വണ്ടീനെ കുളിപ്പിക്കാറ്. ഉറങ്ങിയാ മിഷ്ടി ഉറങ്ങിപ്പാ. ഉറങ്ങിക്കോ. വൈകുന്നേരം എല്ലാവരും വീട്ടിൽ ചായ കുടിക്കും. അപ്പോൾ എനിക്കും ചായ വേണം. പക്ഷെ ഞാൻ ഷുഗറില്ലാത്ത ചായ. ആ ടൈമിൽ തന്നെ മഴയും വന്നു. നല്ല മഴയായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ക്ലൈമറ്റായിരുന്നു. കുറേ ദിവസമായി മുടിയുടെ ടിപ്പൊന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വലിയ നീളത്തിലൊന്നും കട്ട് ചെയ്യൂല, കുറച്ച്. അപ്പം 3 മാസം 4 മാസം കൂടുമ്പം ടിപ്പ് കട്ട് ചെയ്താൽ സ്പ്ലിറ്റൻസ് വരില്ല എന്ന് കേട്ടിനി. ശരിയാണ്, കുറേയൊക്കെ മാറ്റമുണ്ട്. എനിക്ക് സ്പ്ലിറ്റൻസ് വരാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അമ്മ തന്നെ മുറിക്കണം. പക്ഷേ ഞാൻ 1-2 തവണ മാത്രം, എനിക്ക് തോന്നുന്നു 2-3 തവണയായിരിക്കും ഞാൻ പുറത്ത് പോയി മുടി മുറിച്ചിട്ടുണ്ടാവുക. ഒരു തവണ യു കട്ടും, പിന്നെ ഒരു തവണ ഒരു ലെയറും, ഒരു ഹാഫ് ലെയർ, ഒരു ഫ്രണ്ടിലൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് അങ്ങനെ മാത്രമാണ്. ഒന്ന് കല്യാണത്തിൻ്റെ ടൈമിൽ ഞാൻ ലെയർ പോലെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലെയർ അടിച്ച പോർഷനാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇത് ഞാൻ തന്നെ എനിക്ക് വേണ്ട ലെങ്ത്തിലേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരും. അത് വളരും തോറും അതിനെ വളരാൻ ഞാൻ സമ്മതിക്കാറില്ല. കാരണം മുടി എപ്പോഴും അഴിച്ചിട്ടാണ് ഇടാറ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ, മുന്നിലേക്ക് ആ മുടി ഇടുക. അപ്പം ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെയായിരിക്കും രസം ഉണ്ടാവുക. അപ്പം ഞാൻ തന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ മുറിക്കും. അതായത് മുന്നിൽ മൊത്തം പോർഷൻ 2 പോർഷനാക്കിയിട്ട് കുറച്ച് ഒരു ചെറിയ ലെങ്ത്തും, ചെവിയുടെ അടുത്ത് നിൽക്കുന്ന ലെങ്ത്തും, അടുത്തത് ഒരു ഷോൾഡർ തട്ടുന്ന ലെങ്ത്തിലും ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യും. ഇങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യാറ്. പക്ഷേ എന്താ പറയുക, മുടി അതായത് നന്നായിട്ട് ഷാമ്പു ചെയ്ത് കുളിച്ച് നന്നായിട്ട് ഉണങ്ങിക്കഴിയുകയാണെങ്കിൽ അഴിച്ചിടുമ്പം നല്ല ഭംഗിയുണ്ടാവും. വലിയ കുഴപ്പമുണ്ടാവാറില്ല. എനിക്കത് മതി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഈ മുടി മുറിച്ചപാട് അഴിച്ചിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവാറുണ്ട്. അപ്പം നോക്കാം. അപ്പം ഇതാണ് അറ്റം. ഞാൻ ചെറിയൊരു ടിപ്പ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതും ഒരു ചെറിയൊരു പോർഷൻ. കാരണം നല്ല ലെങ്ത്ത് കുറഞ്ഞ പോലെ ഉണ്ടാവും എൻ്റെ മുടി കട്ട് ചെയ്യുകയാണെങ്കിൽ. മിങ്കു എവിടെ പോയേ? വിളിച്ചളിയാ. ഇതാര് നോക്കുന്നേ? ബൂണോ അല്ലേ ഇത്? എൻ്റെ ബൂണോ. സൺഡേ അല്ലേ, എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചത്.
പക്ഷെ ആകെ മൊത്തം മടിയായതുകൊണ്ട് ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഉലുവ ഉണ്ടായിരുന്നു. ഒരു 3 ദിവസത്തേക്കൊക്കെ എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് വേണ്ടത് മാത്രം എടുക്കും. എന്തായാലും ആഴ്ചയിൽ 2-3 തവണയായിരുന്നു തല ഒളിക്കാറ്. അതായത് നല്ല പാക്കൊക്കെ ഇട്ട് ഒളിക്കാറ്. അപ്പം കുറച്ചതും കഞ്ഞിവെള്ളം കൂടി ആക്കിയിട്ട് ഞാൻ തേച്ചു. ഇപ്പം തന്നെ ഒരു രാത്രി ആവാറായി. വേഗം കുളിച്ചിട്ട് ഉണക്കിയിട്ട് വേണം ഈ താളിയുടെ പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയപ്പോഴാണ് അവിടെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാനൊരു ഓംലേറ്റും 2 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് ടോസ്റ്റും ഉണ്ടാക്കി. അപ്പോൾ എനിക്കിഷ്ടമാണ്. ഇതിങ്ങനെയാണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇനി വേറെ ഒന്നും കഴിക്കണ്ട, ഇതിൽ നമുക്ക് ഇന്നത്തെ ഫുഡ് നിർത്താം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം രാത്രി വിശക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് വേണം കുളിക്കാൻ. ആ ഒരു ഗ്യാപ്പിൽ ഈ താളിയൊക്കെ തലയിൽ സെറ്റായി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. വല്ലപ്പോഴുമാണ് ഇങ്ങനെ സമയമെടുത്തൊക്കെ കുളിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കഴിച്ചിട്ട് കുളിക്കാൻ പോകണം. കുളിച്ചിട്ട് പിന്നെന്താ, ഉറങ്ങണം. രാവിലെ എണീച്ച് പോവാറായി. മൺഡേ ആണ്, കോളേജുണ്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഇത് മുടി എങ്ങനെയുണ്ടെന്ന് ഉണങ്ങിയിട്ട് നോക്കണം, മുറിച്ചതൊക്കെ സെറ്റായിട്ടുണ്ടോ. അപ്പം ഇതാണ് എൻ്റെ സൺഡേ. കാണാം.